നല്ല രസമായിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ, അതുകൊണ്ടാവും. അമ്മ വെച്ച കറി പോലെ ഉണ്ട്. ഓ, ഈ ഉപ്പേരി കുറച്ച് കറി. ഊണ് കഴിച്ചോട്ടോ. കഴിച്ചിട്ടേ പാത്രം കഴുകി ഇവിടെ കമഴ്ത്തി വെച്ചോ കേട്ടോ. ആരും കാണണ്ട, പുറത്തേക്കൊന്നും പോകണ്ട. ദീപം 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 കൃഷ്ണ. അച്ഛൻ ഗൾഫിലായിരുന്നത് കൊണ്ടല്ലേ ഉമ്മക്ക് ശീലങ്ങളൊന്നും ഇല്ലാത്തത്. ഓരോ ചിട്ടകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ അതെൻ്റെ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. ഓരെന്താ പറയുന്നത് വെച്ചാൽ അതങ്ങോട്ട് അനുസരിച്ചേക്ക്. അമ്മ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്ത? ഇത്രയും വലിയൊരു തറവാട്ട് കയറി ചെന്നിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? തികച്ചും ഭരണഘടനയുടെ ലംഘനമാണ്. അതിന് കൂട്ടുപിടിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും അണിചേരുന്നു. ഇത് ജനാധിപത്യത്തിന്റെ പരാജയമായി കാണാൻ സാധിക്കും. ആർത്തവം അശുദ്ധിയല്ല എന്ന് കോടതി പറയുമ്പോഴും അത് അശുദ്ധിയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ചിലർ. പായടക്കം നീ എടുത്ത സാധനങ്ങളൊക്കെ ഒഴുക്കുള്ള വെള്ളത്തിൽ മുക്കി അലക്കണം. തിരുമ്പിയ തുണിയൊക്കെ മറ്റുള്ള തുണിയുടെ കൂടെ ഇടാതെ മാറ്റിയിടണം. ഉപയോഗിച്ച പാടൊക്കെ അവിടെ ഇവിടെയും കൊണ്ടിടാതെ കത്തിച്ച് കളയണം. വെറുതെ സർപ്പകോപം വരുത്തിയേക്കണ്ട. 7 കഴിഞ്ഞ് നീ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പുണ്യാഹത്തിലോ നാൽപ്പാമര വെള്ളത്തിലോ മുക്കി ശുദ്ധി വരുത്തണം. ഗൾഫുകാരാന്ന് വെച്ചിട്ടേ ദൈവകോപം ഒന്നും വരുത്തിയേക്കണ്ട. എന്താ മോളെ ഇത്? ഈ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? അല്ല ജലദോഷ. സ്വാമി ശരണം. മോളെ ഒരു 500 രൂപ എടുക്കാണ്ടാവോ? അയ്യോ ചേച്ചി, എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊന്നും തൊടാൻ പറ്റൂല. എൻ്റെ മുറിയിലത്തെ മേശവലിപ്പിൽ എൻ്റെ പേഴ്സ് ഉണ്ട്, അതിന് ചേച്ചി എടുത്തോ. ആയിക്കോട്ടെ. പിന്നെ മോളെ സുഖല്ലേ? ഭയങ്കര സുഖ. ചേച്ചിക്ക് ആവശ്യമുള്ളത് എടുത്തോ. ആ ശരി. ഈ ഇന്നറൊക്കെ ഓലൊക്കെ കാണുന്നിടത്ത് ആറിയിടലേ? അല്ല, അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാ. ഓ, അതാ അടുക്കളപ്പുറത്തെങ്ങാനും കൊണ്ട് ഇട്ടൂടെ എനിക്ക്? ശരിക്കും ഉണങ്ങില്ലെങ്കിലും പ്രശ്നമല്ലേ? ഓ, എന്താ വർത്താനം. ആ, മോള് പാലവിടെ വെച്ചിട്ട് വാതിലടച്ചിട്ട് വരണം കേട്ടോ. പോയിക്കോ. ചേച്ചി, ചേച്ചി എന്താ? എവിടെയാ? ഞാനിവിടെ ഉണ്ട്. എനിക്കൊരു കൂട്ടം കാട്ടാണ്ട്. എന്താ? ഞാൻ മാലിട്ട് സ്വാമിയാ. അയ്യോ, ഇവിടെ വരണ്ട. അതെന്താ? വരണ്ടാന്ന്.
എന്നോടെന്താ ചേച്ചി വരണ്ടെന്ന് പറഞ്ഞ? ഞാനൊരു സാധനം തരാനും കൂടിയാ വന്നെ. ഇഷ്ടമാണോ? മോള് പോയിക്കോ. നമുക്ക് പിന്നെ കാണാം. സ്വാമി ശരണം ശരണമില്ലയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമി ശരണം ശരണമില്ലയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. ഹരിഹരസുരനേ ശരണമില്ലയ്യപ്പ. അയ്യോ ഏട്ടാ, മാറിക്ക്. ഈ സമയത്ത് സ്വാമിയാരെ തൊടാൻ പാടില്ല എന്ന് എനക്കറിയില്ലേ? സ്വാമി ശരണം. രജസ്വല തൊട്ടിട്ട് അശുദ്ധായാൽ പച്ച ചാണകത്തിൻ്റെ ഉരുള വിഴുങ്ങാം. അതല്ലെങ്കിൽ പച്ച ചാണകവെള്ളം കുടിച്ച് ശുദ്ധി വരുത്തുക. അങ്ങനെയൊക്കെയാണ്. ഇപ്പം അതൊന്നും കണക്ക് കൂട്ടണ്ട. ഈ ഒന്ന് മുങ്ങി കുളിച്ചാളാ. ഈ സുപ്രീം കോടതി വിധി കേവലം ക്ഷേത്രപ്രവേശനത്തിന് മാത്രമുള്ള വിധിയായി സ്ത്രീകൾ കരുതരുത്. നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണിത്. നമ്മൾ ആരുടെയും അടിമകളല്ല എന്നുള്ള പ്രഖ്യാപനം. സ്ത്രീകളെ എല്ലാ കാലത്തും വീട്ടിലും അടുക്കളയിലും തങ്ങളുടെ അധീനതയിലും തളച്ചിടാം എന്നാണ് അവർ കരുതുന്നത്. പോയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് രാത്രി തന്നെ ഇറങ്ങുന്നത്. നാളെ 7 കുളിച്ച് അടുക്കള കയറാമല്ലോ. എല്ലാം നോക്കിയും കണ്ടും ചെയ്തോണ്ടോ. എന്നാ ശരി.